എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാം തികഞ്ഞൊരു ജീവിതത്തിനു വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. 1000 ആളുകൾ തളർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സു മാത്രം മതി. വിജയം തീർച്ചയായും നമ്മോടൊപ്പമുണ്ടാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം. മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും, അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മാഹാത്മ്യം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവരിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കുവാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന നിമിഷങ്ങൾ കൊണ്ടാണ്. സൈക്കോളജി പറയുന്നു, ഏറ്റവും നല്ല ജോഡികൾ സംസാരിക്കുക ഏറ്റവും സ്നേഹപൂർവ്വമായിരിക്കും എന്നാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.